അയാൾ പിന്നെയും കുറേ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഇൽമിൻ്റെയും ഇൽമ് എഴുതി വെച്ച ഗ്രന്ഥങ്ങളുടെയും പേരിൽ ഈ ഒരൊറ്റ കള്ളം മാത്രമല്ലേ ചെയ്താൽ ബാക്കിയുള്ളതിൻ്റെ സംഗതി നമുക്ക് മനസ്സിലാവും. ഈ മൗലവി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കള്ളം, ഈ സുലൈമു ബിൻ ഖൈസുൽ ഹിലാലി എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യന്റെ കിതാബിലാണ് ഇതൊക്കെ ശരിക്കുള്ളത് എന്നാണ്. എന്നിട്ട് അയാൾ പറയണേ, നിങ്ങൾ ഈ മറ്റു കിതാബൊന്നും നോക്കിയതൊന്നും കാണൂല, അതാണ് പ്രശ്നം. മറ്റ് കിതാബുകളൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റൂല. പിന്നെ ഈ സുലൈമിന്റെ കിതാബ് നോക്കണം എന്നാണ്. അലിയാരുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. ആയിരിക്കും. അലിയാർ തങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട കുറെ ആൾക്കാരൊക്കെ തന്നെയാണ് ഷിയാക്കളായി മാറുന്നത്. അലിയാർ തങ്ങളോടൊപ്പം നടന്നവർ തന്നെയാണ് അവരൊക്കെ. പിൽക്കാലത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ വല്ലാതെ പീഡിപ്പിച്ചവരും ഇവർ തന്നെയായിരുന്നു. അതിന് കാരണക്കാരായവരും അവർ തന്നെയായിരുന്നു. കർബലയിൽ രക്തച്ചൊരിച്ചിലിന് കാരണക്കാരായവരും ഇവർ തന്നെയാണ്. കൂഫയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സന്നിഗ്ധമായ ഘട്ടത്തിൽ സപ്പോർട്ട് പിൻവലിച്ചുകൊണ്ട് മുങ്ങിയൊളിച്ച് അഹ്ലുസുന്നയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഷമം പിടിച്ച കർബല യുദ്ധത്തിന് കാരണക്കാരും ഇവർ തന്നെയായിരുന്നു. ഈ സുലൈം എന്ന് പറയുന്ന ആളുടെ സുലൈമു ബിൻ ഖൈസുൽ ഹിലാലിയുടെ കിതാബിലാണ് നോക്കേണ്ടത് എന്നാണ്. ഈ സുലൈമു ബിൻ ഖൈസുൽ ഹിലാലിയുടെ കിതാബിനെ പറ്റി പിൽക്കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് അതാണ് ഷിയാക്കളുടെ ഏറ്റവും ഒന്നാമത്തെ പുസ്തകം എന്നാണ്. എന്നിട്ട് ഇയാൾ പറയാം, മുസ്തഫ മൗലവി, ഞാൻ ഷിയൊന്നുമല്ല, ഷിയാക്കളുടെ പുസ്തകമൊന്നുമല്ല ഞാൻ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ഈ സാധാരണഗതിയിലുള്ള കിതാബിൽ നോക്കിയതൊന്നും കാണൂല എന്ന് മൂപ്പര് പറയും ചെയ്യാം. പിന്നെ ഏത് നോക്കണം? ഈ സുലൈമു ബിൻ ഖൈസുൽ ഹിലാലിയുടെ കിതാബ് നോക്കണം എന്ന്. ഈ സുലൈമു ബിൻ ഖൈസുൽ ഹിലാലിയെ കുറിച്ചുള്ള ദീർഘമായ പരാമർശങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പുസ്തകമാണ് ഏറ്റവും ആദ്യത്തെ ഷിയാക്കളുടെ രചന എന്ന് കൃത്യമായ രീതിയിൽ പിൽക്കാല പണ്ഡിതന്മാരെല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട്. എന്നല്ല, ഷിയാക്കളുടെ ഇമാമുമാരെല്ലാവരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം, കിതാബ് ഇതാണെന്നും ഈ കിതാബില്ലാത്തവൻ ഷിയാക്കളുടെ ഒരു കാര്യവും മനസ്സിലാക്കിയവനല്ലെന്നും കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആര പുസ്തകമാണ്? അലിയാർ തങ്ങളുടെ പാർട്ടി എന്നും പറഞ്ഞ് രംഗത്ത് വന്ന് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വിഷമം സൃഷ്ടിച്ച ഈ ടീമിന്റെ പുസ്തകം എടുത്തിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തെ ഇവർ വക്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ മഹദിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ രാത്രി മറയതു എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്തേ? മറ്റുള്ളവരൊന്നും അറിയാതിരിക്കാനും. ക്ഷമിക്കണം, ഫാത്തിമ ബി വസിയത്ത് ചെയ്തിരുന്നു, എന്നെ രാത്രിയെ മറവെയ്യാവൂ. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഫം തുണി 5 എണ്ണാണ്. മേൽക്കുപ്പായവും മരയുടുപ്പും തലയിൽ വെക്കുന്ന തട്ടവും പിന്നെ ആകെ മൂടുന്ന 2 തുണിയും അടക്കം ഇങ്ങനെ 5 തുണിയിൽ പൊതിഞ്ഞാലും അവിടുത്തെ ശരീരം, ആ ശരീരത്തിന്റെ രൂപം പുറത്തിങ്ങനെ കാണും. കഫൻ ചെയ്തിട്ടുണ്ടെങ്കിലും ശരീരത്തിന്റെ രൂപം ഇങ്ങനെ പുറത്ത് കാണും. ഇതുപോലും അന്യരാകുന്ന ഒരാൾ കാണരുത് എന്ന് മഹദിയാകുന്ന ഫാത്തിമ ബീവിക്ക് നിഷ്ഠയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹദി എന്നെ രാത്രി മറവെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നെ കുളിപ്പിക്കേണ്ടത് ഭർത്താവാകുന്ന അലി ബിൻ അബി ത്വാലിബ് തങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ സംസ്കരണ പരിപാടികൾ നടത്തേണ്ടതും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞു. അലിയാർ തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം എത്രമേൽ പുഷ്കലമായിരുന്നു. അങ്ങനെയാണല്ലോ അലിയാർ തങ്ങൾ പള്ളിയിലിരിക്കുമ്പോഴാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഓടിച്ചെല്ലണത്, ഉമ്മ മരിച്ചിക്കണമെന്നും പറഞ്ഞിട്ട്. ധീരനും ശൂരനും വില്ലാളിയുമായ അലി ബിൻ അബി ത്വാലിബ് മോഹാലിസപ്പെടാണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ കഷ്ണം തന്റെ കരവലയത്തിൽ നിന്ന് പറന്നു പോകുന്നു. അത് പ്രതീക്ഷിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയം എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും കണ്ടിരിക്കെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമാനെ വിളിക്കുന്നു. ചെവിയിൽ എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഫാത്തിമ ബീവി കരയുന്നു. അടുത്ത് വിളിച്ചിട്ട് പിന്നെയും എന്തോന്ന് പറയുന്നു. അതോടുകൂടെ ചിരിക്കുന്നു. വഫാത്തിന് ശേഷം ആയിഷ ബി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ഭാവമാറ്റം എന്ന്. ആദ്യം പറഞ്ഞെടുത്തു, എൻ്റെ ഒപ്പം മരിക്കാന്ന് പറഞ്ഞു. ആദ്യം സ്വാഭാവികമായും മോളെന്ന നിലയ്ക്ക് എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ എൻ്റെ ഒപ്പം ചെവിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് ആഖിറത്തിൽ എത്തിച്ചേരുന്നത്, എൻ്റെ അടുത്ത് എത്തുന്നത് നീയായിരിക്കും. അതോടെ ഞാൻ ചിരിച്ചു. അതിനുശേഷം ഫാത്തിമ ബീവി നാരാമണ്ണം ഭക്ഷണം കഴിച്ചില്ല. മക്കൾക്കും അലിയാർ തങ്ങൾക്കുള്ള ബാധ്യത മാത്രം നിർവഹിച്ച് റസൂലിനെ ഓർത്ത് പ്രാർത്ഥിച്ചും കണ്ണീരൊലിപ്പിച്ചും കഴിഞ്ഞു. അവിടുത്തെ ശരീരം ശുഷ്കിച്ചു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എപ്പോഴാണ് ചേരുക എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷത്തെ കാത്തുകാത്തിരുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഫാത്തിമ ബി മരിക്കുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പിതാവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണത്. മോഹാലിസപ്പെടുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പറയാം.
അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും ഒരു മകൾ, അവരുടെ പേര് അസ്മയാണെന്ന് ഞാൻ ഓർക്കുന്നു. അവരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചെടുത്തു. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് കെട്ടിച്ചെടുത്തു. ഈ കഥ ഒന്ന് അനലൈസ് ചെയ്ത് ചിന്തിച്ചു നോക്കൂ. ഈ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് ഇവർ പറയണ അനുസരിച്ച് ഫാത്തിമ ബീവിക്ക് തീ കൊടുക്കുന്നത്. ഈ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് വാതിൻ്റെ അടിയിൽ ഇടുക്കുന്നത്. അങ്ങനെ ഇടുക്കി ഉമ്മയെ കൊന്നു എന്ന് ഇവർ പറയുന്ന ആൾക്ക് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മോളെ കെട്ടിച്ചു കൊടുക്കുകയാണ്. ഈ കുട്ടിൻ്റെ ഉമ്മനെ ഉമർ റളിയല്ലാഹു അൻഹു കൊന്നു എന്നാ പറയണത്. പറയാൻ പോലും നമുക്ക് വിഷമമുണ്ട്. ആ കുട്ടിയുടെ ഉമ്മനെ കൊന്ന ആൾക്ക് ആ കുട്ടിനെ കെട്ടിച്ചെടുക്കുന്നു. അവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് ഇതിനപ്പുറം വേറൊരു തെളിവിന് ആവശ്യമേ ഇല്ല. പിന്നെ ചിത്രത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്ന ഒരു മഹാനാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് മക്കം ഫത്തിഹിന്റെ മുന്നേ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പ്രഖ്യാപനം നടന്നിട്ടില്ലായിരുന്നു. അതിന് ചില രാഷ്ട്രീയ പരിമിതികൾ ഉണ്ടായിരുന്നു. മക്കം ഫത്തോടുകൂടെ എല്ലാം ഫത്ഹാവുന്നു, അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നിർബന്ധിതനായി അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ആരോപണം. എന്നിട്ടോ അദ്ദേഹം ഇസ്ലാമിൽ 2 ചേരികൾ ഉണ്ടാക്കി തീർത്തു എന്നാണ്. ക്ഷമിക്കണം, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിന്റെ ധീരനായ പോരാളിയായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മാറി. അവിടുത്തെ ഒരു കണ്ണ് അമ്പേറ്റ് പോകുന്നുണ്ട് യുദ്ധത്തിൽ. എന്നിട്ട് 2ാമത്തെ കണ്ണ് പോകുവോളം ധീരമായ യുദ്ധത്തിൽ നേതൃത്വം കൊടുത്തു. ആ കണ്ണും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുസ്ലിം പടയാളികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു. അബൂജഹലിന്റെ മരണം ബദറിൽ സംഭവിച്ചതിന് ശേഷം ഖുറൈശികൾ പിടിച്ചു നിന്നത് അബൂ സുഫിയാന്റെ നേതൃത്വം കൊണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകനാവുന്ന മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ എഴുത്തുകാരായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുന്നേ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഖുർആൻ എഴുതാൻ റസൂലുള്ളാഹി വിശ്വസിച്ചേൽപ്പിച്ച കുത്താബുൽ വഹയിൽപ്പെട്ട ആളായിരുന്നു. പിൽക്കാല പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചർച്ച കാണാം നമുക്ക്. ഞാൻ ഓർക്കണത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോടാണെന്നാണ്. ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ശ്രേഷ്ഠൻ, അതോ 5ാം ഖലീഫ എന്ന പേരിൽ പ്രസിദ്ധനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണോ ശ്രേഷ്ഠൻ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹദീസ് സമാഹരിച്ചത് അവിടെ നിന്നാണ്. വലിയ മഹാനായിരുന്നു, സൂഫി വര്യനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. തൻ്റെ ഭരണകാലത്ത് സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത വിധം മനോഹരമായി ഭരണം നടത്തി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മിഷ്കാത്തിലൊക്കെ ഉദ്ധരിക്കുന്ന കിതാബുർ റഖാഖിൽ ഒരു ഹദീസ് കാണാം. സുമ്മ യഅത്തിൽ ഖിലാഫത്തു അലാ നഹ്ജിൻ നുബുവ. പിന്നീട് ഖിലാഫത്ത് നുബുവത്തിന്റെ അതേ മോഡലിലേക്ക് എത്തിച്ചേരും. അതാരെക്കുറിച്ചാണെന്ന് മുല്ലാ അലിയുൽ ഖാരി വിശദീകരിക്കുന്നുണ്ട് മിർഖാത്തിൽ. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹു. അത്രമേൽ ശ്രേഷ്ഠനാകുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെയും മുആവിയത്ത് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുമയെയും താരതമ്യം ചെയ്തിട്ട് ആരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പിൽക്കാലത്തെ മഹാപണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട് ചിലർ. അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മുആവിയത്ത് ബിൻ അബൂ ജഹൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കുതിരയുടെ മൂക്കിലേക്ക് കയറിയ മണൽത്തരികളുണ്ടല്ലോ, ആ മണൽത്തരിയുടെ ശ്രേഷ്ഠത പോലും ഉമർ ബിൻ അബ്ദുൽ അസീസിനില്ലാന്ന് റളിയല്ലാഹു അൻഹും. ആ മണൽത്തരിയുടെ ശ്രേഷ്ഠത പോലും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനില്ല. ചില്ലറക്കാരനല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ. നിരവധിയായ കിതാബുകളുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ചിലത് മാത്രം ഞാൻ സൂചിപ്പിച്ചത്. പ്രവാചകത്വത്തിന്റെ ഖിലാഫത്ത് സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളൊക്കെ ഭരിച്ചതുപോലെ ഏറ്റവും നീതിയുക്തമായ ഭരണം പിന്നീട് നടത്തുമെന്ന് റസൂലുള്ളാഹി പ്രവചിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് മുആവിയത്ത് ബിൻ അബീ സുഫിയാനിന്റെ കുതിരയുടെ മൂക്ക് കയറുന്ന മണൽത്തരികളുടെ യോഗ്യത പോലും ഇല്ല എന്നാണ് പിൽക്കാല പണ്ഡിതന്മാരുടെ തീരുമാനം. എന്നിട്ട് പറയാം മുആവിയ മതക്കാര്. ഈ മൗലവിയുടെ സ്ഥിരം പ്രയോഗമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറയാനേ നമുക്ക് ഈ വേദിയിൽ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും എടുത്ത് അദ്ദേഹം നടത്തുന്ന ഓരോ കള്ളവും പിടികൂടി കിതാബ് ഉദ്ധരിച്ച് ഇന്നതാണ് ശരി എന്ന രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. നമ്മളൊക്കെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽപ്പെട്ടവർ തന്നെയും. എന്തിന് ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ടല്ലോ, ഇങ്ങനെ ഒരു വയലുണ്ടല്ലോ, എന്താ ഇപ്പൊ ഫാത്തിമ ബീവിന്റെ അവസ്ഥ എന്ന്. ഫാത്തിമ ബീവി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചവർ. ഈ ഉമ്മത്തിൽ ഒരാൾ പോലും ഒരനിഷ്ടവും പ്രകടിപ്പിക്കാത്തവർ.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ വാക്ക് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു. അള്ളാഹിന്റെ റസൂല് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മഹദിയാകുന്ന ഫാത്തിമ അങ്ങയോടാണെന്ന്. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിനെ ഓർത്തോർത്തോർത്ത് പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കുറച്ചു മാത്രം കഴിച്ച് ആരാധനയിൽ 100% വ്യാപൃതയായി അവസാനം മനോഹരമായി തൻ്റെ ജീവിതം മരണം സ്വീകരിക്കുന്നതാണ് ചരിത്രത്തിലുള്ളത്.